നമസ്കാരം. ലാലൂർ ദേവസ്ഥാനത്താണ്. ഇന്ന് 4-ാം തീയതിയിലെ പൂജയൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ. എല്ലാ കാര്യങ്ങളൊക്കെ ഇനിയുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാണ്ട്. എന്നാലും എനിക്ക് ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയതിൻ്റെ പേരിലാണ്. അത് ചെയ്യാതിരിക്കാനായിട്ട് മനസ്സ് വരുന്നില്ല. ഞാൻ ഇന്നലെ ഉണ്ടായൊരു അനുഭവമാണ്. ആ അനുഭവത്തിൽ നിന്ന് എനിക്കൊരു വീഡിയോ ഇടണമെന്ന് ഞാൻ ചെയ്യണ്ടേന്ന് ഇങ്ങനെ ആലോചിച്ചു. അപ്പോൾ അത് ചെയ്യാൻ തന്നെയാണ് എൻ്റെ മനസ്സ് പറയണത്. അത് ചെയ്തില്ലെങ്കിൽ പിന്നെ അത് മനസ്സിനൊരു വല്ലാത്തൊരു ഇതാവും. അതായത് വിഷയം എന്ന് പറയണത് അതാണ്. നമ്മൾ നമ്മുടെ അസറ്റ് എന്ന് പറയണത് മക്കളാണ്, അല്ലേ? മക്കളാണ് അസറ്റ്. എത്ര കോടി രൂപ ഉണ്ടെങ്കിലും എത്ര രൂപ ഇല്ലെങ്കിലും എല്ലാം നമ്മളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗമാണ് മക്കളാണ് അസറ്റ് എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ഇന്നലെ രാവിലെ ഞാൻ പൂജയൊക്കെ കഴിഞ്ഞിറങ്ങിയ സമയത്ത് എനിക്കൊരു കോൾ വന്നു. പരിചയമില്ലാത്ത നമ്പറാണ്. ഞാൻ എടുത്തപ്പോൾ പറഞ്ഞു, സ്വാമി ലൊക്കേഷനൊന്ന് അയച്ചു തരുമോ, കാണണം, ഞങ്ങൾക്ക് തൊഴാൻ വരാനാണ്. ഓക്കെ. അപ്പോൾ അത് പറഞ്ഞു. ഞാൻ ലൊക്കേഷൻ അയച്ചു കൊടുത്തു. അവർ വന്നപ്പോൾ പൂജയൊക്കെ കഴിഞ്ഞതിൻ്റെ പേരിൽ അറിയാലോ, വിളക്കുകളൊക്കെ അണച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും അവർ പറഞ്ഞു ഞങ്ങൾക്കൊരു വിളക്ക് സമർപ്പിക്കാനാന്ന് പറഞ്ഞു. അപ്പോൾ വിളക്ക് സമർപ്പിക്കാനാണ്. അപ്പോൾ ഞാൻ ഇന്നലെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ആ ഒരു സമർപ്പണം. അപ്പോൾ അത് ഞാൻ എന്ത് ചെയ്തു, അപ്പോൾ തന്നെ ഞാൻ വിളക്കൊക്കെ കൊളുത്തി. അപ്പോൾ സ്വാമിനെ ആവാഹിച്ചിരുത്തി അവർക്ക് വിളക്ക് കൊളുത്താനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, എങ്ങനെയാണ് സ്വാമിയിൽ നിന്ന് അനുഗ്രഹം ചോദിച്ചു വാങ്ങിക്കേണ്ടതെന്നുള്ള ലാലൂർ ദേവസ്ഥാനത്ത് ആ ഷോർട്ട് കട്ടൊക്കെ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവർ വിളക്കൊക്കെ തെളിച്ചപ്പോൾ ആദ്യമായിട്ട് വരുന്നതല്ല. അപ്പം എന്തായാലും അങ്ങനെയൊക്കെ അവിടെ ഇരുന്നു ഞങ്ങൾ കാര്യങ്ങൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ അപ്പം കുട്ടി എന്തോ പറഞ്ഞപ്പോൾ ഞാൻ എന്തായാലും ജാതകം ഒന്ന് പരിശോധിക്കാൻ വെച്ചു. അപ്പോൾ ആ കുട്ടി ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളൊക്കെ പറഞ്ഞൊന്ന് കൃത്യമായിട്ട് ജാതകം നോക്കി. അതായത് നമ്മളെ ഏതെങ്കിലും ഒരു വ്യക്തി നമ്മളെ കാണാനായിട്ട് തൊഴാൻ വരുന്നവരുടെ കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ അടുത്തേക്ക് ഒരാൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും അത് അന്വേഷിക്കില്ലോ. നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ട്, അവരെന്തിനായിരിക്കും വന്നത്. ചിലരൊന്നും മിണ്ടാണ്ട് തൊഴുതിട്ട് പോകുന്ന ആൾക്കാരുണ്ടായിരിക്കാം. എന്നാലും ഒരു പരിചയമില്ലാത്ത ഒരാൾ വിളിച്ചിട്ട് ഒരു സമർപ്പണം ചെയ്ത് വരുമ്പോൾ നമ്മൾ എന്തിനാണ് വന്നിരിക്കുന്നത് അവരോട് ചോദിക്കുന്നതിനേക്കാളും നമ്മൾ മനസ്സിലാക്കാൻ പറ്റുമെന്നാ. ഞാൻ ത്രികാലജ്ഞാനിയൊന്നല്ല, ഞാൻ ജ്യോതിഷപരമായിട്ട് ഇരിക്കണമില്ല, അറിയാമല്ലോ. ഞാൻ ജ്യോതിഷം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇരിക്കണമെന്നില്ല. ഞാൻ ഇവിടെ വരുന്ന വ്യക്തികളുടെ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ഞാൻ ഒരു ഗുരുനാഥൻ്റെ കീഴിൽ ജ്യോതിഷം പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പഠിച്ചു കഴിഞ്ഞു എന്നല്ല, പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു ഗുരുനാഥൻ്റെ കീഴിൽ. അതും അത്രയ്ക്കും ഗംഭീരമായിട്ടുള്ള ഒരാളെ എനിക്ക് കിട്ടിയതിൽ എനിക്ക് വളരെയധികം അഭിമാനമുണ്ട്, സ്വാമിയോട് നന്ദിയുണ്ട്. അതായത് ഞാൻ ഇങ്ങനെ ജ്യോതിഷം പഠിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചിരിക്കുമ്പോൾ സ്വാമിയുടെ അടുത്ത് ഞാൻ എൻ്റെ ഒരു സുഹൃത്തായിട്ടുള്ള ഒരാളുടെ അടുത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞു, രമേശേട്ടനൊന്നും പഠിപ്പിക്കാനുള്ള ഒരു ഇത് എനിക്കായിട്ടില്ല, നല്ലൊരു ഗുരുനാഥൻ വരുമെന്ന് എന്നോട് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ എനിക്ക് നല്ലൊരു ഗുരുനാഥൻ എനിക്ക് ലഭിച്ചു. അതിൽ നിന്നാണ് ഞാൻ എൻ്റെ ഗുരുനാഥൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയ്യോ അതൊന്നും ജ്യോതിഷം എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം അധ്യാപകനാണ് കേട്ടോ, ജ്യോതിഷം പഠിപ്പിക്കുന്ന ആളാണ്. അദ്ദേഹമൊക്കെ അയ്യോ എന്താണ് ജ്യോതിഷം എന്നുള്ള സത്യം മനസ്സിലാക്കിയത് അദ്ദേഹത്തിൻ്റെ കീഴിൽ നിന്നൊക്കെയാണ്. അപ്പം ഞാൻ തന്നെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വഴിമാറി പോകണത് നമ്മുടെ ശീലമാണ്. അത് പറയാതിരിക്കാനും പറ്റില്ല, എൻ്റെ ഗുരുനാഥനെ കുറിച്ച് പറയാതിരിക്കാനും പറ്റില്ല. അത്രയ്ക്കും പ്രാഗൽഭ്യം കഴിവുള്ള ആള്. ഒന്നും വേണ്ട, ആളെ വെറുതെ ജസ്റ്റ് വിളിച്ചാൽ മതി. രാശി നോക്കണ്ട, ജാതകം നോക്കണ്ട, ഇതൊന്നും നോക്കണ്ട. വെറുതെ ജസ്റ്റ് വിളിച്ച സമയത്ത് ആള് പറയും ആള് ഇങ്ങോട്ട് കിഴക്കോട്ടല്ല തിരിഞ്ഞ്. അത്രയ്ക്കും പ്രഗത്ഭനായിട്ടുള്ള കീഴിൽ എനിക്ക് ജ്യോതിഷം പഠിക്കാനുള്ള ഒരു അനുഗ്രഹം ഉണ്ടായി. അപ്പോൾ അത് പറയാതിരിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ആ ഒരു വാക്ക് പറഞ്ഞത്. അപ്പോൾ ജ്യോതിഷപരമായിട്ടപ്പോൾ നമ്മളൊരാൾ നമ്മുടെ മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നോക്കുക ഇവർ എന്തിനു വന്നു എന്നുള്ളതാണ്. അതായത് ഇന്ന് വരുന്നവരിൽ പലരും പല സ്വഭാവക്കാർ, പല രീതിയിലുള്ളവർ, പല സ്ഥലങ്ങളിലുള്ളവർ, പല ഭാഷകൾ, അങ്ങനെയുള്ള ഒരുപാട് പേര് പല വേഷങ്ങളിൽ ഒക്കെ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാം. അപ്പോൾ എങ്ങനെയാണ് വരുന്നത്? ചിലർ പരീക്ഷിക്കാൻ വരുന്നവരുണ്ടാവാം, പല രീതിയിൽ വരുന്നവരുണ്ടാവാം. അപ്പോൾ അവരെന്തു പറയണോ എന്നുള്ളതല്ല നമ്മൾ നോക്കുക എന്താണ്, ഇവരെന്തിനു വന്നു. ദൈവം സഹായിച്ച് അതിനുള്ള അറിവൊക്കെ എൻ്റെ ഗുരുനാഥൻ എനിക്ക് തന്നിട്ടുണ്ട്. അല്ലാണ്ട് പൂർണ്ണമായിട്ട് ഒരാളെ മനസ്സിലാക്കുക എന്നുള്ളതല്ല. മനുഷ്യരെ മനസ്സിലാക്കാൻ സാധിക്കില്ല, അതിൽ സ്ത്രീകളെ പ്രത്യേകിച്ച് മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് പറയണു. അതൊക്കെ ശരിയായിരിക്കാം. എന്നാലും നമ്മുടെ മുന്നിൽ വരുന്ന ആൾ ഇന്ന തന്നെ വന്നിട്ടുണ്ടാവുമെന്ന് ഏകദേശമൊക്കെ മനസ്സിലാക്കാനുള്ളൊരു ദൈവാനുഗ്രഹം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇവരുടെ എന്താണ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളിലേക്കൊക്കെ കടക്കുക.
അതായത് എല്ലാവരും തുറന്ന് പറയണമെന്നില്ല കാര്യങ്ങൾ. പലർക്കും എല്ലാവരും അത്രയ്ക്ക് ആ ഒരു ഇതുണ്ടായിരിക്കണം എന്നില്ലല്ലോ. പലരും പറയണത് ശരിയാവണമെന്നില്ല. അതിനൊരു ഉദാഹരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഒരാളെ കുറ്റപ്പെടുത്തി പറയണതല്ല. ഒരു ഫാമിലി ആയിട്ട് വന്നിരിക്കുന്ന ഒരാൾക്ക് കുട്ടികളുടെ ജാതകം എന്തെങ്കിലുമൊക്കെ നോക്കുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണുമ്പോൾ നമ്മൾ ചോദിക്കും, നിങ്ങൾക്ക് വല്ല പ്രേമ അങ്ങനെ വല്ലതൊക്കെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ എനിക്കൊന്നും ഇല്ല എന്ന് പറയും. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കും. നമുക്ക് ജാതകം നോക്കിയാൽ നമുക്ക് മനസ്സിലാവുമല്ലോ ഇന്നതാണെന്നുള്ളത്. അപ്പോൾ അവർ അച്ഛൻ്റെ മുന്നിൽ അമ്മയുടെ മുന്നിലേക്ക് ഇരിക്കുന്നതുകൊണ്ടായിരിക്കും അവർക്ക്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ പബ്ലിക്കായിട്ട് പറയാനായിട്ടുള്ള വിഷമം കൊണ്ടായിരിക്കും അവർ പറയാതിരിക്കുന്നത്. ഇതല്ല, സിംഗിളായിട്ട് വരുന്നവരും ചിലപ്പോൾ പറയും, എനിക്ക് ആ ഒരു ഇതൊന്നും ഇല്ല കേട്ടോ സ്വാമി അത് വെറുതെ അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറയും. ഇതൊക്കെ പറഞ്ഞിരുന്നത് എല്ലാം കഴിഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മുടെ കൂടെ വന്നറിയാമല്ലോ. ഒരു 5 മിനിറ്റ് കൊണ്ടൊന്നും പറഞ്ഞ് അവസാനിച്ച് പോയില്ല. വരണവർക്ക് അവരുടെ സങ്കടങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ തന്നെ സമയം ഒരുപാട് പോവും. അപ്പോൾ ഇവർ ആദ്യം പറഞ്ഞ കാര്യം മറക്കും, ഇങ്ങനെ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ കാര്യം മറക്കും. പിന്നീട് ഞാൻ ചോദിക്കാൻ തന്നെ അവർ പറയും, എനിക്കൊരു കാമുകൻ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ കാമുകി ഉണ്ടായിരുന്നു, അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞു വരും. അപ്പോൾ നമുക്കറിയാം അവർ നുണ പറയാം. എന്നാലും നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറയാനില്ല. അവരെന്തിനാണ് വന്നത് അതിനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ കടമ. അതുകൊണ്ട് മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ അവരോട് തർക്കിക്കാനോ മറ്റുള്ള കാര്യങ്ങൾക്കും നമ്മൾ നിൽക്കാറില്ല. ഇവർ വന്നപ്പോൾ ഞാൻ ജാതകം പരിശോധിച്ചപ്പോൾ എനിക്ക് അത്ഭുതമായി. അത്രയ്ക്കും സമ്പത്തും സമ്പന്നതയും അതുപോലെ തന്നെ ഐശ്വര്യം എല്ലാം ഉണ്ട്. അവർക്കൊന്നും ഇവിടെ വരേണ്ടതായിട്ടുള്ള യാതൊരുവിധ കാര്യങ്ങളില്ലാണ്ട് അവരെന്തിനു വന്ന് വിളക്ക് സമർപ്പിച്ചു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവർക്ക് ഒരുപാട് സമ്പത്തുണ്ട്, ഒരുപാട് നല്ല ഗുണങ്ങളുണ്ട്. അവരുടെ ജാതകം എന്ന് പറഞ്ഞാൽ നല്ല ഐശ്വര്യമുള്ള ജാതകം. നമുക്ക് അങ്ങനെ ഒരുപാട് പേരുടെ ജാതകങ്ങളായിരിക്കും. ചിലവരുടെ ജാതകമൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ തോന്നും, ഇത് എത്ര നല്ല ജാതകമാണ്, നമുക്കൊന്നും ആ ജാതകത്തിൽ ജനിക്കാൻ പറ്റിയില്ല എന്നവരെ ആഗ്രഹിക്കുന്ന ചില ജാതകങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഒരു ജാതകം ആൺകുട്ടിക്ക് എത്ര 20 വയസ്സ്, അമ്മയ്ക്കൊരു 40 വയസ്സ്. അമ്മയും മോനാണ് വന്നത്, അച്ഛൻ വന്നിട്ടില്ല. അച്ഛൻ ബിസിനസ് പരമായിട്ട് ബാംഗ്ലൂരാണ്. അവർ ബാംഗ്ലൂർ സ്ഥിര താമസമാണ്. ആ കുട്ടിക്ക് മലയാളം തന്നെ വളരെ പറയുന്നത്, ഞാൻ പറയുന്ന വാക്കുകൾ ചിലതൊന്നും മനസ്സിലാവില്ല. അത് അമ്മ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കേണ്ട ഒരു അവസരം കൂടി ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, മലയാളം തന്നെ കൃത്യമായിട്ട് എഴുതും വായിക്കുകയെങ്കിൽ പോലും അവർ കാലങ്ങളായിട്ട് സെറ്റിൽഡ് ആണ്. ബാംഗ്ലൂർ ബിസിനസ് പരമായിട്ടുള്ള ഫാമിലിയാണ്. അവർക്ക് നിൽക്കാനും ഇരിക്കാനും ഒന്നിനും നേരില്ലാത്തവരാണ് കേട്ടോ ഈ തൊഴാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊന്നല്ല ഈ വീഡിയോ ഇടാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ കഴിഞ്ഞു അവർ എഴുന്നേറ്റു പോകാൻ നേരത്ത് ദക്ഷിണ അർപ്പിച്ച് കഴിഞ്ഞിട്ട് ഗുരുവന്ദനം എന്നുള്ള രീതിയിൽ അവർ നമസ്കരിച്ചു. അമ്മയും മകനും നമസ്കരിച്ചു. അതൊന്നും വലിയൊരു സംഭവമല്ല. നമസ്കരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഗുരു വന്ദനം എന്നുള്ള രീതിയിൽ എന്നേക്കാൾ പ്രായമുള്ളവരും വന്നിട്ട് നമസ്കരിക്കാറൊക്കെ ഉണ്ട്. അതൊരു ദൈവാനും അനുഗ്രഹിച്ചൊരു കിട്ടിയിട്ടുള്ളൊരു വരമായിട്ട് നമ്മൾ കണക്കാക്കാം. അപ്പോൾ അതിലൊക്കെ ഒരു ഇതാണ്. അതിൽ വലിയ അഹങ്കാരോ അല്ലെങ്കിൽ ആത്മസംതൃപ്തിയുടെ കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെക്കുറിച്ച് അതൊരു വീഡിയോ ആയിട്ട് ഇടേണ്ടതായിട്ടില്ല. ഇത് വീഡിയോ ഇടാനുള്ള കാരണം തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്തോ പറഞ്ഞപ്പോൾ ഞാൻ നമസ്കരിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ എന്തോ ഒരു കാര്യം പറഞ്ഞപ്പോൾ ആ കുട്ടി എന്നോട് പറഞ്ഞു, എൻ്റെ അമ്മ ചെറുപ്പം മുതലേ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതാണ് ഞാൻ പറയാൻ വന്ന കാര്യം. അതായത് ഈ ഒരു വീഡിയോ ഇടാനുള്ള പ്രധാന കാരണം തന്നെ അതാണ്. ബാംഗ്ലൂര് ബിസി ആയിട്ടിരിക്കുന്നു, അധികം സമ്പത്തും കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങളുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട് ആയിട്ടുള്ള അവർക്ക് നിൽക്കാനിരിക്കാനും നേരില്ലാത്ത അത്രയ്ക്കും ഹൈ പൊസിഷനിൽ കൂടെ പോയിക്കൊണ്ടിരിക്കണം. ഇവിടെ തന്നെ ഇപ്പോൾ ഇവർ കേരളത്തിലേക്ക് വന്നത് തന്നെ എന്നെ കാണാനൊന്നല്ല, അവരുടെ തറവാട്ടിലത്തെ ഒരു കുറച്ചധികം വലിയൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് ഒരു വില്ല പ്രൊജക്റ്റ് തുടങ്ങാനാണ് അവർ വന്നത്. ആ വന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വന്നൊരു വിളക്ക് സമർപ്പിച്ചു എന്നുള്ളൂ. അപ്പോൾ അത്രയ്ക്കും ഒരു സമ്പന്നതയിൽ നിൽക്കുന്ന ഒരു വ്യക്തികളാണ്. അപ്പം ഞാൻ പറയുന്നത് ഇതൊക്കെ ഈ സമ്പന്നതനെ കുറിച്ചൊക്കെ പറയണതിൻ്റെ കാര്യം മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യം പറയുമ്പോൾ അത് കേൾക്കുക എന്നല്ല, അത് കേട്ടിട്ട് അതിൻ്റെ ഉള്ളിലത്തെ അറിവുകൾ എടുക്കുക, നല്ല അറിവുകൾ എടുക്കുക. അറിവെന്ന് പറഞ്ഞാൽ അറിവുണ്ട്, തിരിച്ചറിവ് മനസ്സിലാക്കുന്നിടത്താണ് കാര്യങ്ങൾ. മനസ്സിലായോ? അപ്പോൾ ഇതിൽ പറയാൻ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കുട്ടി പറഞ്ഞ ഒരു വാക്കാണ് എനിക്ക് ഈ ഒരു വീഡിയോൻ്റെ പ്രധാന കാരണം. എൻ്റെ അമ്മ എന്നെ ചെറുപ്പക്കാലം മുതലേ വയസ്സിന് മുതിർന്നവരുടെ കാൽക്കൽ വീഴുന്ന് നമസ്കരിച്ച് അനുഗ്രഹം വാങ്ങിക്കാനും അതുപോലെ തന്നെ മുതിർന്നവരോട് നല്ല രീതിയിൽ പെരുമാറാനും അതുപോലെ തന്നെ യാത്രവേളകളിൽ മുതിർന്നവരെ കണ്ടാൽ സീറ്റ് എഴിഞ്ഞു കൊടുത്ത് അവരെ ഇരുത്താനും എൻ്റെ അമ്മ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതൊരു വല്ലാത്തൊരു വാക്കല്ലേ. 20 വയസ്സായിട്ട്
വേറൊരു കൾച്ചറിൽ, മലയാളികൾ എന്ന് പറയാൻ പോലും പറ്റാത്ത കൾച്ചറിൽ ജീവിക്കുന്ന അത്രയ്ക്കും സമ്പന്നതായ ആ കുട്ടിക്കൊക്കെ അതിൻ്റെ ആവശ്യമില്ല. നമ്മളൊക്കെ ആ അത്രയും സമ്പന്നതയിലുണ്ടെങ്കിൽ വലിയ എന്തൊക്കെയാ ചെയ്തു തീർക്കാന്നുള്ളത് നമുക്ക് തന്നെ അറിയില്ല. അപ്പം ഞാൻ പറഞ്ഞില്ല, എൻ്റെ ചെറുപ്പകാലത്ത് ഇതൊന്നും ഇല്ലാത്തോടത്തുനിന്ന് വന്നിട്ടാണ് എല്ലാം ചെയ്തത് തെറ്റുകളാണെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഞാൻ ഈ ഒരു മേഖലയിലേക്ക്, ആത്മീയതയിലേക്ക് വന്നത്. അപ്പം അതുപോലെ നിൽക്കണം അത്രയും ഒരു കുട്ടി, ആ കുട്ടിയെ ഒരു ദുശ്ചിന്തകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒന്നുമില്ല. അപ്പോഴാണ് എനിക്ക് അവരുടെ ആ സമ്പത്തിൻ്റെ ഉത്ഭവം മനസ്സിലായത്. സമ്പത്ത് മാത്രമല്ലല്ലോ അവരുടെ ഐശ്വര്യം. ആ ഐശ്വര്യമൊക്കെ വരുന്ന അവരാ നമ്മൾ ഒരു കുട്ടി ജനിക്കുമ്പോൾ കുട്ടിക്ക് പേരിടുക, അച്ഛൻ്റെ മടിയിലിരുത്തിയാണ് പേരിടുക അല്ലേ. ആ പേരിടുന്നത് തന്നെ ഒരു മന്ത്രം ചൊല്ലിയിട്ടാണ് പേര് വിളിക്കുക. അതിനുശേഷം അമ്മ ആ പേര് ഉറക്കെ വിളിച്ചുകൊണ്ടാണ് അമ്മ ആ കുട്ടീനെ ഏറ്റുവാങ്ങിയതിന് ശേഷം മുത്തശ്ശി അല്ലെങ്കിൽ മുത്തശ്ശി ആരാണുള്ളതെന്ന് വെച്ചാൽ അവർ വന്നിട്ട് ഉടനടി കുട്ടീനെ എടുത്തിട്ട് പറയും അച്ഛൻ്റെ അതേ സ്വരൂപം. അമ്മയുടെ ചിന്തിച്ച് നോക്കുമ്പോൾ അമ്മയുടെ അതേ സ്വരൂപം. അത് ആ കുട്ടിക്ക് അച്ഛനിലും അമ്മയുടെയും ഒരു മുഖച്ഛായ നമുക്ക് കാണാൻ സാധിക്കും. അതായത് അച്ഛൻ്റെ അമ്മയുടെയും ആ ആ ഒരു ബീജത്തിലുണ്ടായതിൻ്റെ എല്ലാ ഗുണങ്ങളും. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിന് വേറൊരു വീഡിയോ തന്നെ ഉണ്ടായത്. അതായത് ഇപ്പോൾ തന്നെ ഒരുപാട് സമയമായി. അതിൻ്റെ ഇടയിൽ ഈ ഒരു കാര്യം കൂടി ഞാൻ എടുത്തിട്ടാണെങ്കിൽ ആ മന്ത്രത്തിനെ കുറിച്ചൊക്കെ ഇപ്പോൾ ആർക്കും ആ മന്ത്രം തന്നെ അറിയോ എന്നുള്ളത് അറിയില്ല. അപ്പോൾ ആ ഒരു മന്ത്രോച്ചാരണത്തോട് കൂടിയിട്ടാണ് ആ കുട്ടീനെ പേര് വിളിക്കുക. അത് അച്ഛൻ്റെ അമ്മയുടെയും ആ ഒരു ഇതിൽ നിന്നുണ്ടായിട്ടുള്ളതാണ് അതിനെ അർത്ഥമാക്കുന്നത്. അതിൽ നിന്നുണ്ടായിട്ടുള്ള മകനെ നീ എല്ലാ 100 വർഷത്തോളം ജീവിക്കണം, അങ്ങനെയൊക്കെയുള്ളൊരു ഇതാണ്. അത് അതിനെക്കുറിച്ച് പറയാൻ നിന്നാൽ ഒരുപാട് സമയം എടുക്കും. അപ്പം ഞാൻ അതിനെക്കുറിച്ച് പറയുമ്പോൾ അതിന് ആവശ്യമുള്ളവർ ചോദിക്കുകയാണെങ്കിൽ ആ മന്ത്രം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ കാലത്ത് നിന്ന് അങ്ങനെ മന്ത്രം ഉച്ചരിച്ചിട്ട് കുട്ടീനെ പേര് വിളിക്കലൊന്നുണ്ടോ എന്ന് എനിക്ക് പോലും അറിയില്ല. അപ്പോൾ അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അത് വീണ്ടും നീണ്ടു പോകും. എനിക്കറിയാമല്ലോ, നിങ്ങൾ അറിയാവുന്നവർക്കറിയാം. ഞാൻ ഈ ഒരു കാര്യത്തിനെ കുറിച്ച് പറയുമ്പോൾ അതിന് വേറൊരു കാര്യം വരും, മഹാഭാരതം പോലെയാണ് എൻ്റെ വർത്തമാനം. അതായത് ശാഖകളായിട്ട് പോയിക്കൊണ്ടിരിക്കും. അതൊക്കെ നമ്മൾ ചിലപ്പോൾ ആ മഹാഭാരതം വായിച്ചത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ വളർത്തി വലുതാക്കി എടുക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അച്ഛനമ്മമാർക്ക് വൃദ്ധസദനത്തിൽ പോകേണ്ടതായിട്ട് വരുമോ? ഈ ഒരു ഇൻഫർമേഷൻ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? അതായത് ഇതുപോലെ ചിട്ടാവട്ടങ്ങളും ഗുരുഭക്തിയോടുകൂടി ഗുരുവിനെ ഇങ്ങനെ ബഹുമാനിക്കുന്ന ഒരാൾ അച്ഛനമ്മേനെയും എങ്ങനെയാണ് കെയർ ചെയ്യുക എന്നുള്ളതൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. നമ്മുടെ കുടുംബത്തിൽ ഇപ്പോൾ പലരും അറിയാലോ വൃദ്ധസദനത്തിനാണ് അവർ ബിസി കാര്യങ്ങൾ. ഇത്രയും കാശിനോട് പിന്നാലെ പോകുമ്പോൾ അവർക്ക് ഒരുപാട് തിരക്കുകൾ വരുമ്പോൾ വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കാൻ പറ്റില്ല. അപ്പോൾ അച്ഛനമ്മോട് സ്നേഹമുണ്ട്, അവർ നോക്കാനുള്ള സമയമില്ല. അതുകൊണ്ട് അവർ വൃദ്ധസദനത്തിലാക്കിയിട്ട് അവിടെ എത്രയാണ് ഫീസ് അതടയ്ക്കും അല്ലേ. ഇപ്പോഴത്തെ കാലഘട്ടം അങ്ങനെയാണ്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന സാമ്പത്തികമുള്ളവരും ഇല്ലാത്തവരും മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. നമ്മൾ മക്കളെ കൃത്യമായിട്ട് വളർത്തി വന്നാൽ നമുക്ക് എന്തുണ്ട്, വൃദ്ധസദനത്തിലേക്ക് പോകേണ്ടതായിട്ട് വരില്ല എന്നറിയിക്കാനാണ് ഈ വീഡിയോ. ഇത് മുഴുവനും കണ്ട് മനസ്സിലാക്കുന്നവർക്ക് അതിൻ്റെ ഗുണങ്ങളുണ്ടാവാം. സമ്പത്ത് മാത്രമല്ലല്ലോ അവരുടെ ഐശ്വര്യം. ആ ഐശ്വര്യമൊക്കെ വരുന്ന അവരാ നമ്മൾ ഒരു കുട്ടി ജനിക്കുമ്പോൾ കുട്ടിക്ക് പേരിടുക, അച്ഛൻ്റെ മടിയിലിരുത്തിയാണ് പേരിടുക അല്ലേ. ആ പേരിടുന്നത് തന്നെ ഒരു മന്ത്രം ചൊല്ലിയിട്ടാണ് പേര് വിളിക്കുക. അതിനുശേഷം അമ്മ ആ പേര് ഉറക്കെ വിളിച്ചുകൊണ്ടാണ് അമ്മ ആ കുട്ടീനെ ഏറ്റുവാങ്ങിയതിന് ശേഷം മുത്തശ്ശി അല്ലെങ്കിൽ മുത്തശ്ശി ആരാണുള്ളതെന്ന് വെച്ചാൽ അവർ വന്നിട്ട് ഉടനടി കുട്ടീനെ എടുത്തിട്ട് പറയും അച്ഛൻ്റെ അതേ സ്വരൂപം. അമ്മയുടെ ചിന്തിച്ച് നോക്കുമ്പോൾ അമ്മയുടെ അതേ സ്വരൂപം. അത് ആ കുട്ടിക്ക് അച്ഛനിലും അമ്മയുടെയും ഒരു മുഖച്ഛായ നമുക്ക് കാണാൻ സാധിക്കും. അതായത് അച്ഛൻ്റെ അമ്മയുടെയും ആ ഒരു ബീജത്തിലുണ്ടായതിൻ്റെ എല്ലാ ഗുണങ്ങളും. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിന് വേറൊരു വീഡിയോ തന്നെ ഉണ്ടായത്. അതായത് ഇപ്പോൾ തന്നെ ഒരുപാട് സമയമായി. അതിൻ്റെ ഇടയിൽ ഈ ഒരു കാര്യം കൂടി ഞാൻ എടുത്തിട്ടാണെങ്കിൽ ആ മന്ത്രത്തിനെ കുറിച്ചൊക്കെ ഇപ്പോൾ ആർക്കും ആ മന്ത്രം തന്നെ അറിയോ എന്നുള്ളത് അറിയില്ല. അപ്പോൾ ആ ഒരു മന്ത്രോച്ചാരണത്തോട് കൂടിയിട്ടാണ് ആ കുട്ടീനെ പേര് വിളിക്കുക. അത് അച്ഛൻ്റെ അമ്മയുടെയും ആ ഒരു ഇതിൽ നിന്നുണ്ടായിട്ടുള്ളതാണ് അതിനെ അർത്ഥമാക്കുന്നത്. അതിൽ നിന്നുണ്ടായിട്ടുള്ള മകനെ നീ എല്ലാ 100 വർഷത്തോളം ജീവിക്കണം, അങ്ങനെയൊക്കെയുള്ളൊരു ഇതാണ്. അത് അതിനെക്കുറിച്ച് പറയാൻ നിന്നാൽ ഒരുപാട് സമയം എടുക്കും. അപ്പം ഞാൻ അതിനെക്കുറിച്ച് പറയുമ്പോൾ അതിന് ആവശ്യമുള്ളവർ ചോദിക്കുകയാണെങ്കിൽ ആ മന്ത്രം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ കാലത്ത് നിന്ന് അങ്ങനെ മന്ത്രം ഉച്ചരിച്ചിട്ട് കുട്ടീനെ പേര് വിളിക്കലൊന്നുണ്ടോ എന്ന് എനിക്ക് പോലും അറിയില്ല. അപ്പോൾ അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അത് വീണ്ടും നീണ്ടു പോകും. എനിക്കറിയാമല്ലോ, നിങ്ങൾ അറിയാവുന്നവർക്കറിയാം. ഞാൻ ഈ ഒരു കാര്യത്തിനെ കുറിച്ച് പറയുമ്പോൾ അതിന് വേറൊരു കാര്യം വരും, മഹാഭാരതം പോലെയാണ് എൻ്റെ വർത്തമാനം. അതായത് ശാഖകളായിട്ട് പോയിക്കൊണ്ടിരിക്കും. അതൊക്കെ നമ്മൾ ചിലപ്പോൾ ആ മഹാഭാരതം വായിച്ചത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത്,
ഇങ്ങനെ വളർത്തി വലുതാക്കി എടുക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അച്ഛനമ്മമാർക്ക് വൃദ്ധസദനത്തിൽ പോകേണ്ടതായിട്ട് വരുമോ? ഈ ഒരു ഇൻഫർമേഷൻ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? അതായത് ഇതുപോലെ ചിട്ടാവട്ടങ്ങളും ഗുരുഭക്തിയോടുകൂടി ഗുരുവിനെ ഇങ്ങനെ ബഹുമാനിക്കുന്ന ഒരാൾ അച്ഛനമ്മേനെയും എങ്ങനെയാണ് കെയർ ചെയ്യുക എന്നുള്ളതൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. നമ്മുടെ കുടുംബത്തിൽ ഇപ്പോൾ പലരും അറിയാലോ വൃദ്ധസദനത്തിനാണ് അവർ ബിസി കാര്യങ്ങൾ ഇത്രയും കാശിനോട് പിന്നാലെ പോകുമ്പോൾ അവർക്ക് ഒരുപാട് തിരക്കുകൾ വരുമ്പോൾ വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കാൻ പറ്റില്ല. അപ്പോൾ അച്ഛനമ്മോട് സ്നേഹമുണ്ട്, അവരെ നോക്കാനുള്ള സമയമില്ല. അതുകൊണ്ട് അവർ വൃദ്ധസദനത്തിലാക്കിയിട്ട് അവിടെ എത്രയാണ് ഫീസ് അതടയ്ക്കും അല്ലേ? ഇപ്പോഴത്തെ കാലഘട്ടം അങ്ങനെയാണ്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന സാമ്പത്തികമുള്ളവരും ഇല്ലാത്തവരും മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. നമ്മൾ മക്കളെ കൃത്യമായിട്ട് വളർത്തി വന്നാൽ നമുക്ക് എന്തുണ്ട്, വൃദ്ധസദനത്തിലേക്ക് പോകേണ്ടതായിട്ട് വരില്ല എന്നറിയിക്കാനാണ് ഈ വീഡിയോ. ഇത് മുഴുവനും കണ്ട് മനസ്സിലാക്കുന്നവർക്ക് അതിൻ്റെ ഗുണങ്ങളുണ്ടാവാം. അവർക്ക് എന്തുകൊണ്ട് സമ്പത്തുണ്ടായി, എങ്ങനെ ഉണ്ടായി, അവർക്ക് ആ സമ്പത്ത് നിലനിർത്താൻ എങ്ങനെ സാധിക്കുന്നു എന്ന് മനസ്സിലായത് ആ ഫാമിലിയിലെ ആ കുട്ടിയുടെ വാക്കിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ലേ? ഞാൻ പറയണത് വലുത് മനസ്സിലായോ നിങ്ങൾക്ക്? ഞാൻ അതാണ് പറഞ്ഞത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നവർക്ക് മാത്രമാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഗുണമുള്ളൂ. അതായത് അവർക്ക് സമ്പന്നതയും സമ്പത്തും സൗഭാഗ്യം ഐശ്വര്യം ഇതൊക്കെ ഉണ്ട് എങ്കിൽ അവരുടെ ആ ഗുണവശങ്ങൾ ആ സ്ത്രീ അത്രയും തിരക്കായിരിക്കുന്ന സമയത്ത് പോലും സ്വന്തം മകനെ ഈ വക കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിച്ചിരുന്നു. പിന്നെ എങ്ങനെ അവർക്ക് സമ്പത്തില്ലാണ്ടിരിക്കും? നമുക്ക് നമ്മുടെ ജീവിത ദിനചര്യകളിൽ ഞാൻ പറയാറുണ്ട്, ഒന്ന് കാലത്ത് എഴുന്നേൽക്കുക, കുളിച്ച് കഴിഞ്ഞാൽ ഏത് മൂർത്തികളെയാണ് ഇഷ്ടപ്പെടുന്നത് ആ മൂർത്തികളെ, ഹിന്ദു ആയിക്കോട്ടെ മുസ്ലിം ആയിക്കോട്ടെ ക്രിസ്ത്യൻ ആയിക്കോട്ടെ, അവരൊന്ന് വന്നിച്ച് അതിനോടനുബന്ധിച്ച് ചെയ്യുമ്പോൾ ആ ദൈവാനുഗ്രഹം നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളൊക്കെ വരുമ്പോൾ നമുക്ക് സമ്പത്തും സൗഭാഗ്യവും സമാധാനമൊക്കെ വരുന്നുള്ളത് ഞാൻ എല്ലാവരോടും പറയാറുണ്ട്. എത്ര പേര് കേൾക്കുന്നുണ്ടെന്നുള്ളത് നമുക്കറിയില്ല. അതായത് മക്കളാണ് നമ്മുടെ സമ്പത്ത്. ആ കുട്ടിയുടെ കയ്യിലും അത്യാവശ്യം വലിയ ആപ്പിളിൻ്റെ വലിയൊരു മൊബൈലൊക്കെ ഉണ്ട്, ഏറ്റവും കൂടിയ മൊബൈലൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ആ കുട്ടി. എന്നിട്ട് പോലും അതിലേക്ക്, അതായത് നമ്മുടെ കുട്ടികളൊക്കെ വളർന്ന് വരുന്നത് എങ്ങനെയാണ്? ഇതൊന്നും പറഞ്ഞു വരുമ്പോൾ വീഡിയോ നീളം വെച്ച് പോവും, ആര് കേൾക്കുന്നവർ കുറവായാലും. എന്നാലും ഞാൻ പറയാനുള്ളത് ഞാൻ പറയണമെന്ന് മാത്രം. നമ്മുടെ മക്കൾ വളർന്നു വരുന്ന ഇന്നത്തെ രീതികൾ വളരെയധികമാണ്. ഇപ്പോൾ കണ്ടില്ലേ, ഗവൺമെന്റ് വിചാരിച്ചാൽ തീർക്കാൻ പറ്റുന്നതാണ് ലഹരി വിരുദ്ധം. അതിനുവേണ്ടി ഇങ്ങനെ വലിയ പര്യാടനം നടത്തണമെന്നൊന്നും എനിക്ക് അതിനോട് താല്പര്യമൊന്നുമില്ല. എന്താ ഗവൺമെന്റ് വിചാരിച്ചാൽ തീർക്കാൻ പറ്റില്ലേ? ലഹരി വിൽക്കാൻ പാടില്ല എന്ന് വിചാരിച്ചാൽ നമ്മുടെ പോലീസുകാരൊക്കെ എന്താ അത്രയ്ക്ക് മോശമാണോ? എക്സൈസുകാരൊക്കെ അത്രയ്ക്ക് മോശമാണോ? ഇവരൊക്കെ കൃത്യമായിട്ട് അവരുടേതായി കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തവിടെ എവിടെ ആർക്ക് ലഹരി കിട്ടുമെന്ന് പറയണേ? എങ്ങനെ കിട്ടണു? ഇവിടെ പുക വലിക്കാൻ പാടില്ലെന്ന് എഴുതി വെക്കും, എന്നിട്ട് വിൽക്കണത് എന്തിനാ? അപ്പൊ അവരുടെ നേട്ടങ്ങളെ കുറിച്ചാണ്. അപ്പൊ ഗവൺമെന്റിനെ കുറിച്ച് കുറ്റം പറയാനോ അവരെ ന്യായീകരിക്കാനോ അതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ നമ്മുടെ മക്കളെ നല്ല രീതിയിൽ വളർത്താന്ന് മാത്രം. ഞാൻ എൻ്റെ മക്കളോടും പറയാറുണ്ട്, അതായത് ഇന്ത്യക്കാരാണ് ലോകത്തിന്റെ മുൻനിരയിൽ നിൽക്കുന്നത്. വിദ്യാഭ്യാസത്തിലായിക്കോട്ടെ, അറിവിലായിക്കോട്ടെ, കഴിവുകളിലായിക്കോട്ടെ, ശാസ്ത്രജ്ഞന്മാരായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ അല്ലേ, ഏതൊരു ലോകത്തിന്റെ ഏത് നെറുകയിലും അവരുണ്ടായിരിക്കും. അപ്പോ നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതി എന്ന് പറയുന്നത്, നമ്മുടെ സമ്പത്ത് എന്ന് പറയുന്നത് നമ്മൾ വളർന്നു വരുന്ന കുട്ടികളാണ്. ഈ കുട്ടികൾക്ക് എന്തു വേണം? അറിവുണ്ടായിരിക്കണം. അവരെ അറിവ് നശിപ്പിക്കാൻ വേണ്ടി വിദേശ ശക്തികളുടെ ഏറ്റവും വലിയ ഒരു കർമ്മമാണ് ഇന്ന് കുട്ടികൾക്ക് കിട്ടുന്ന കാർട്ടൂൺ, ഗെയിമുകള്, ടിക്ടോക്ക് പോലെയുള്ള. അതൊക്കെ വിദേശ ശക്തികൾ ഇന്ത്യക്കാർ നിർമ്മിച്ചിട്ടുള്ള അല്ലാതൊന്നും. അതായത് ഇതൊക്കെ നമ്മുടെ കുട്ടികൾ കേട്ട് വളർന്നു വരുമ്പോൾ അവർക്ക് മറ്റുള്ള കാര്യങ്ങൾ ഉത്സാഹം ഉണ്ടാവില്ല, സമയം ഉണ്ടാവില്ല, അവരുടെ ബുദ്ധിശക്തി നമ്മുടെ തലച്ചോറിനകത്ത് ഇത്രയ്ക്ക് പോകുന്ന ഒരു തലച്ചോറിനകത്ത് ഒരുപാട് ബുദ്ധി ഉണ്ട്. അത് വികസിച്ച് നമുക്ക് ക്രിയേറ്റിവിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള സമയമോ സന്ദർഭമോ ആഗ്രഹങ്ങളോ ഉണ്ടാവില്ല. നമ്മളെല്ലാം ഈ മൊബൈലിലേക്ക് ചുരുങ്ങി. ഈ ചുരുങ്ങുമ്പോൾ എന്തുണ്ടായി? നമ്മുടെ അറിവുകൾ നഷ്ടപ്പെട്ടു. നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതി, നമ്മുടെ കുട്ടികൾ വളർന്ന് വലിയ ശാസ്ത്രജ്ഞന്മാരാവാതിരിക്കാൻ വേണ്ടി വിദേശ ശക്തികൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി നമ്മളത് ഏറ്റെടുക്കുന്നത് കൊണ്ട് നമ്മുടെ മക്കള് ഈ വക കാര്യങ്ങളും മൊബൈലും കാര്യങ്ങളൊക്കെ ആയി. പണ്ടത്തെ പോലെയാണോ? പണ്ടത്തെ 10ാം ക്ലാസ് പഠിച്ചിട്ടുള്ള ഒരാൾ ഇന്ന് എവിടെയൊക്കെയാണ് നിൽക്കുന്നത്? ഇന്ന് ഡിഗ്രി MBA പഠിച്ചവർക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയില്ല എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ഇവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം തന്നെ വളരെ മോശമാണ്. എല്ലാവരും പാസ്സാക്കി വിടുകയാണ്. ഈ പാസ്സാക്കി വിടുന്നവരെന്താണ്? അതിനൊക്കെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ വലിയ ഒരു ഇതിലേക്ക് പോകും. ഞാൻ രാഷ്ട്രീയപരമായിട്ടോ അല്ലെങ്കിൽ ഇതൊന്നല്ല, നമ്മളെ മക്കളെ വളർത്താനായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഉദാഹരണം പറഞ്ഞെന്ന് മാത്രം.
ഈ ഒന്നാമത് ഈ ജയിപ്പിക്കുന്നത് തന്നെ ഏറ്റവും വലിയ തെറ്റാണ്. ആ കുട്ടികളോട് ചെയ്യണ ഏറ്റവും വലിയ പാതകമാണ്. ഒന്നും നോക്കാണ്ട് കുട്ടികളെ ജയിപ്പിച്ചു വിടും. 10ാം ക്ലാസ് പാസ്സാവും, +2 പാസ്സാവും, ഡിഗ്രി പാസ്സാവും, എല്ലാം പാസ്സാവും. അവര് ഡിഗ്രി പാസ്സായ പിന്നെ ഡിഗ്രിക്ക് ചെറുതായിട്ടുള്ള ജോലികൾ ചെയ്യില്ല. അപ്പോൾ അവർക്ക് ജോലിയില്ല. നാട്ടുകാർ അന്യ രാജ്യത്തു നിന്നുള്ള ആൾക്കാർ വന്ന്, അന്യദേശത്തു നിന്നുള്ള ആൾക്കാർ വന്ന് ഇവിടെ വന്ന് കാശുണ്ടാക്കി അവർ പോകും. ഇവിടെ ദാരിദ്ര്യമാണ്. ദാരിദ്ര്യമായിട്ട് സ്വാമി എൻ്റെ കുടുംബത്തിൽ കഞ്ഞി കുടിക്കാൻ മാർഗമില്ല. ഇതൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ മക്കളെ നല്ല രീതിയിൽ, അതായത് എൻ്റെ അറിവ് എന്താണ്, ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് അയ്യന്തോള്, തൃശ്ശൂർ അയ്യന്തോള് അയ്യപ്പം തമ്പുരാൻ സ്മാരകം വായനശാലയിൽ അവിടെ കാറ്റഗറി ഉണ്ട്. A, B, C എന്ന് പറഞ്ഞിട്ട് കാറ്റഗറി ഉണ്ട്. എ കാറ്റഗറിയിൽ എ ക്ലാസ്സിൽ നിൽക്കുന്നവർക്ക് 3 ബുക്ക്, ബി ക്ലാസ്സിൽ നിൽക്കുന്നവർക്ക് 2 ബുക്ക്, സി ക്ലാസ്സിൽ നിൽക്കുന്നവർക്ക് 1 ബുക്ക്. അങ്ങനെയാണ് വരിസംഖ്യ. അതിനനുസരിച്ച് മാറ്റങ്ങളുണ്ട് അന്ന് കാലത്ത്. ഞാൻ ബി ക്ലാസ്സിൽ നിന്നിട്ട് പോലും അവിടെ ഒരു മാഷുണ്ടായിരുന്നു. എനിക്ക് ഇപ്പോഴും എൻ്റെ കൺമുന്നിൽ തെളിഞ്ഞു വരുന്നുണ്ട്. ആ മാഷ് എൻ്റെ വായനാശീലം കണ്ടിട്ട് എനിക്ക് 4 ബുക്ക് തരുന്നു. തിങ്കളാഴ്ച മുടക്കാണ്, ഞായറാഴ്ച അവധിയില്ലാത്തതുകൊണ്ട് തിങ്കളാഴ്ച മുടക്കാണ്. ഞായറാഴ്ച ആരും കാണാണ്ട് ഞാൻ 5-6 ബുക്ക് എടുത്തിട്ട് പോവുക. എഴുതി വെച്ച് 6 ബുക്ക് എടുക്കും. മക്കളെ ഞാൻ 2 ബുക്ക് കൂടുതൽ എടുക്കണ്ടെന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ച് 2 ബുക്ക് 3 ബുക്ക് കൂടുതൽ എടുത്തിട്ട് പോവുക. അങ്ങനെ വായിച്ചിട്ടില്ല ഞാൻ. മഹാഭാരതം, രാമായണം, ഉപനിഷത്ത് ഞാൻ വായിക്കാത്ത ബുക്കുകളില്ലാന്ന്. ഇനി ഇത് മാത്രമൊന്നല്ല ഞാൻ വായിച്ചിട്ടുള്ളത്. പമ്മൻ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ആൾക്കാർക്ക് അറിയുമെന്ന് അറിയില്ല. മുട്ടത്ത് വർക്കി, പമ്മൻ, തോമാസ് ടി അമ്പാട്ട്, പുഷ്പനാഥ്, കോട്ടയം പുഷ്പനാഥ്, ഞാൻ വായിക്കാത്ത ബുക്കുകളില്ലെന്ന്. അയ്യന്തോള് റഫറൻസ് ആയിട്ട് നിൽക്കുന്ന വലിയ വലിയ ഗ്രന്ഥങ്ങളുണ്ട്. അതൊഴിച്ച് ബാക്കി ഒരുവിധം എല്ലാ ബുക്കുകളും ഞാൻ വായിച്ച് തീർത്തിട്ടുണ്ട്. പുതിയൊരു ബുക്ക് വന്നാൽ ഞാൻ ആദ്യം പോയിട്ട് അത് എടുക്കും. മാഷോട് പറയും, മാഷ പുതിയ ബുക്കുകൾ വരുമ്പോൾ ഞാൻ അവിടെ ഓടി ചെന്നാൽ അന്ന് 5-6 ബുക്ക് എടുത്തിട്ട് വരുന്നത്. രാത്രിയൊക്കെ ബുക്കുകൾ വായിച്ചിട്ട് എൻ്റെ അമ്മ ചോദിക്കും, നിനക്ക് എന്താ വല്ല മെൻ്റൽ ഔട്ടാന്ന്. അന്ന് കാലത്ത് പ്രേതത്തിൻ്റെ കഥകളൊക്കെ വായിച്ച് രാത്രി കിടന്നുറങ്ങാണ്ടിരുന്നിട്ടുള്ള ചരിത്രങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതാണ് എൻ്റെ അറിവ്. മനസ്സിലായ? എന്നിട്ട് പോലും മഹാഭാരതം വായിച്ചിട്ട് ഇതൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും ഞാൻ ഇന്ന് ചന്ദനം അരയ്ക്കുന്ന സമയത്തും മാല കെട്ടുന്ന സമയത്തും നൈവേദ്യങ്ങൾ ഉണ്ടാക്കുന്ന സമയത്തും പ്രഭാഷണങ്ങൾ കേൾക്കും. പ്രഭാഷണം ആരുടെ? എനിക്ക് രാജേഷ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രാജേഷ് നാദാപുരം. അയ്യോ അതൊക്കെ രാജേഷ് നാദാപുരം പേര് പറയണമെങ്കിൽ ഒരുപാട് പേരുണ്ട്. എല്ലാവരും പേര് പറയാന്ന് പറഞ്ഞാൽ അതിന് തന്നെ 1 മണിക്കൂർ എടുക്കും. വീഡിയോൻ്റെ നീളം കൂടും. മറ്റേ സരിത അയ്യര്, പിന്നെ പാലക്കാട്ടുകാരനായ നമ്മുടെ വലിയൊരു കൃതി രചിച്ചിട്ടുള്ള ആളുടെ പേര് തന്നെയാണ് വ്യാസൻ. എന്താണ് വ്യാസൻ എന്ന ആ കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും പേരിടാൻ തോന്നിയത് എന്ന് ഞാൻ പലപ്പോഴും ആളുടെ പ്രഭാഷണം കേൾക്കുമ്പോൾ ആലോചിക്കാറുണ്ട്. ഞാൻ ആലോചിക്കുന്ന ഒരേ ഒരു കാര്യമാണ്. എൻ്റെ വൈഫിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കണ്ടാ ആ കുട്ടി ഈ ഒരു ലെവലിലേക്ക് എത്തുമെന്ന് മനസ്സിലാക്കിയിട്ട് അവരുടെ അച്ഛനും അമ്മയും വ്യാസൻ എന്ന് പേരിട്ടു എന്ന് പറയാൻ പലപ്പോഴും പറയാറുണ്ട്. പേര് പറയുകയാണെങ്കിൽ ഒരുപാട് പേരുണ്ട് കേട്ടോ. അതായത് ഞാൻ രാമായണം, മഹാഭാരതം ഒക്കെ വായിച്ചിട്ട് പോലും ഇവരുടെ പ്രഭാഷണങ്ങൾ കേൾക്കും. ഇവരുടെ പ്രഭാഷണങ്ങൾ കേട്ടാൽ തന്നെ നമ്മുടെ മക്കളെ എങ്ങനെ വളർത്തണം എന്നുള്ള ഒരു അറിവ് നിങ്ങൾക്ക് ലഭിക്കും. അപ്പം നമ്മുടെ മക്കൾ എന്ന് പറയുന്നത് നമ്മുടെ അസറ്റാണ്. നമ്മളത് കൃത്യമായിട്ട് അവരെ പരിപാലിച്ച് അവർക്ക് വേണ്ടതായിട്ടുള്ള കാലത്ത് എഴുന്നേൽക്കുമ്പോൾ അതൊക്കെ ഹിന്ദു ആയിക്കോട്ടെ മുസ്ലിം ആയിക്കോട്ടെ ജാതി മതഭേദം കളയൂ. പണ്ട് കാലത്ത് ഉള്ളവർക്ക് അമ്പലക്കുളത്തിൽ കുളിക്കുള്ളൂ. കുളിച്ച് വരുന്ന വഴിക്ക് അമ്പലമാണോ പള്ളിയാണോ ഏതാണോ അതിൻ്റെ മുന്നിലൊന്ന് തലകുനിച്ച് വരുന്നതിൻ്റെ ഐശ്വര്യമാണ് അന്ന് കാലത്ത്. അന്ന് 10 പേരുള്ള 10 കുട്ടികളുള്ള ഫാമിലി അന്തസ്സായിട്ട് ജീവിച്ചിട്ടുണ്ട്. ഇന്ന് 1 കുട്ടിയുള്ള ഫാമിലിക്ക് ഭാര്യയും ഭർത്താവും ജോലിക്ക് പോകണം. അതായത് നമ്മുടെ ഐശ്വര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു. അതിലേക്ക് വീണ്ടെടുക്കാനായിട്ടുള്ള ഏറ്റവും നല്ല മാർഗം ആത്മീയതയാണ്. ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യൻ ആയാലും. ഞാൻ പറയുന്നത് വ്യക്തമായി മനസ്സിലാക്കാൻ വഴിയുള്ളവർക്ക് അതുള്ള ഒരു ഇതാണ്. എനിക്ക് നിങ്ങളെ നന്നാക്കുക എന്നുള്ളതല്ല. ഒരാളെങ്കിലും രക്ഷപ്പെടുകയാണെങ്കിൽ അവരുടെ ഫാമിലി, അവരുടെ കരച്ചിൽ കുറച്ചല്ലേ ഞാൻ കേൾക്കുന്നുണ്ടോ, ആ ഒരാളുടെ ഫാമിലിയുടെ കരച്ചിൽ കുറച്ചല്ലേ കേൾക്കുന്നുണ്ടോ എന്ന് വെച്ചിട്ടാണ് ഈ വീഡിയോകൾ ഇടുന്നത്. കേൾക്കാൻ പറ്റുന്നവർ കേൾക്കുക, അത് മനസ്സിലാക്കി പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ ഗുണങ്ങളുണ്ടാവും. അതായത് നമ്മുടെ മക്കളോട് പറയാ, കുട്ടികളെ ഇനി മുതിർന്ന പിള്ളേരോട് വല്ലതും പറഞ്ഞിട്ട് മക്കളോട് വല്ലതും പറയാൻ പോയിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. ഇനി വളരുന്ന തലമുറയെങ്കിലും നല്ല രീതിയിൽ വളരാനായിട്ട് അവരോട് കാലത്ത് കിഴക്കോട്ട് തലവെച്ച് എഴുന്നേൽക്കുമ്പോൾ വലതുവശം തിരിഞ്ഞെഴുന്നേൽക്കാൻ പറയാ. ഗോവിന്ദനെയും കേശവനെയൊക്കെ വിളിച്ചിട്ട് എഴുന്നേൽക്കാൻ പറയാ. ഗോവിന്ദനും കേശവനും അയലക്കത്തുള്ളവരല്ലാട്ടാ, കൃഷ്ണന്റെ നാമധേയാണ്. കൃഷ്ണ ഗുരുവായൂരപ്പ എന്നെ കാത്തു രക്ഷിക്കണേ എന്ന് പറഞ്ഞ് എന്നെ അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞ് എഴുന്നേൽക്കുക. വലതുവശം ചേർന്ന് എഴുന്നേൽക്കുക.
അത് കഴിഞ്ഞാൽ നമ്മളൊരു കണി കാണുന്നൊരു ഇതുണ്ട് കൈത്തണ്ടയിൽ എന്നും കാലത്ത്. അത് കണ്ട് അതിൻ്റെ ആ ലക്ഷ്മി ദേവീനെയും സരസ്വതി ദേവീനെയും കൃഷ്ണനെയും, അതായത് സമ്പത്തും അറിവും ശക്തിയും ഈ 3 പേരിൽ നിന്നും വാങ്ങി എഴുന്നേൽക്കുക, ഭൂമിദേവിനെ തൊട്ട് വന്നിക്കുക. അതൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ എഴുന്നേൽക്കുമ്പോൾ അതിൻ്റെ ഐശ്വര്യം സമ്പത്തും സൗഭാഗ്യവും ഒക്കെ തന്നെ വരും. എല്ലാവർക്കും ഇത് കേട്ട് മനസ്സിലാക്കുന്നവർക്ക് എല്ലാവർക്കും ലാലൂർ ദേവസ്ഥാനത്തെ മൂർത്തികളുടെ ഇത് ഞാൻ പെട്ടെന്ന് നിർത്തുകയാണ്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരുപാട് പറയും. അത് ആരെ കേൾക്കാൻ താല്പര്യമുള്ളവർ ഇപ്പം തന്നെ 20 മിനിറ്റായി. അതുകൊണ്ടാണ് എല്ലാവർക്കും ലാലൂർ ദേവസ്ഥാന മൂർത്തികളുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ആ അനുഗ്രഹം എല്ലാവർക്കും വന്നു ചേരാനായിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ശ്രമിക്കാം. നിങ്ങളും പ്രാർത്ഥിക്കുക, അനുഗ്രഹം വാങ്ങിക്കുക. സന്തോഷം. ലാലൂർ ദേവസ്ഥാനമേ അഭയം, കരിനീലിയമ്മേ ശരണം, കരിങ്കുട്ടി സ്വാമി ശരണം, വിഷ്ണുമായ സ്വാമി ശരണം. ലാലൂർ ദേവസ്ഥാനമേ അഭയം.